ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് സ്റ്റാൻഡേർഡ് എറേഴ്സിനെ കുറിച്ചാണ്. അപ്പൊ അതിന് മറ്റൊരു പേര് വിളിക്കുന്നത് പ്രിസിഷൻ എന്നുള്ളൊരു പേര് കൂടിയുണ്ട്. പക്ഷെ നമ്മുടെ സിലബസിൽ സ്റ്റാൻഡേർഡ് എറേഴ്സ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ്സ് എന്നാണ്. നമുക്കറിയാം ബീറ്റ 1 ക്യാപ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ്സ് ഓരോ സാമ്പിളുകൾ അനുസരിച്ച് നമുക്ക് ഓരോ സാമ്പിളിൽ നിന്നും നമുക്കൊരു ബീറ്റ 1 ബീറ്റ 2 ക്യാപ്പുകൾ ഫൈൻഡ് ചെയ്യാം. നമ്മൾ എടുക്കുന്ന സാമ്പിളുകൾ അനുസരിച്ചിരിക്കും. നമ്മൾ സാധാരണഗതിയിൽ ഒരു സാമ്പിൾ എടുക്കാറുള്ളൂ, ഒരു പോപ്പുലേഷനിൽ ഒരു സാമ്പിൾ എടുക്കാറുള്ളൂ. പക്ഷെ ഞാനൊരു സാമ്പിൾ എടുത്തു, വേറൊരു ഒരു റിസർച്ചർ വേറൊരു സാമ്പിൾ എടുത്തു, അങ്ങനെ ഒരു 5 പേര് 5 ഡിഫറെന്റ് സാമ്പിൾ എടുത്തെങ്കിൽ ഈ 5 പേർക്കും കിട്ടുന്ന ബീറ്റ ക്യാപ്പുകൾ 5 ടൈപ്പ് ആയിരിക്കും, ഒരേ സാമ്പിൾ അല്ലത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷനിൽ n നമ്പർ ഓഫ് ബീറ്റ ക്യാപ്പുകൾ നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിൽ ഏതാണ് ഏറ്റവും പ്രിസിഷൻ ഉള്ളത്, അല്ലെങ്കിൽ ഏതാണ് അതിൽ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ളത്, അത് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എന്ത് നോക്കണം, ആ ബീറ്റ ക്യാപ്പുകളുടെ സ്റ്റാൻഡേർഡ് എറേഴ്സ് നോക്കണം. അതിൽ സ്റ്റാൻഡേർഡ് എറർ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ബീറ്റ ക്യാപ്പ് ആയിരിക്കും ട്രൂ ആയിട്ടുള്ള ബീറ്റ ക്യാപ്പിനോട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് എറർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഫോർമുലയാണ് ഇത്. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് ആക്ച്വലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെയാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ നമുക്ക് വേരിയൻസ് നമുക്കറിയാം. വേരിയൻസ് എന്ന് പറയുന്നത് ദ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ദ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. അപ്പോൾ വേരിയൻസ് ഓഫ് ബീറ്റ 2 ക്യാപ്, നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ബീറ്റ 2 ക്യാപ് ഞാനൊന്ന് ഹൈലൈറ്റർ നോട്ട് ചെയ്തിട്ട്, ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ വേരിയൻസ്, നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത് എ മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണെന്ന് നമുക്കറിയാം. അതായത് ഓരോ വാല്യൂസ്, ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ ആ വേരിയബിൾസിന്റെ പല വാല്യൂസ് അതിന്റെ മീനിൽ നിന്ന് എത്രത്തോളം സ്പ്രെഡ് ആണ്, എത്രത്തോളം അകന്നിരിക്കുന്നു, അത് അടുത്താണോ അകന്നാണോ എന്നൊക്കെ അളക്കാനായിട്ടുള്ള ഒരു മെഷറാണ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബീറ്റ 2 ക്യാപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം n നമ്പർ ഓഫ് ബീറ്റ 2 ക്യാപ്പ് നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും ഒരു പോപ്പുലേഷൻ. അപ്പോൾ അതിനൊരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതിനൊരു ഫ്രീക്വൻസി, ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, നമ്മളത് വഴിയെ പഠിക്കും. അപ്പോൾ അതിന്റെ വേരിയൻസ്, അത് ഇതിനൊരു മീൻ ഉണ്ട്, ബീറ്റ 2 ക്യാപ്പിനൊരു മീൻ ഉണ്ട്. ആ മീൻ ട്രൂ ബീറ്റ 2-ന് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ അൺബയസ്ഡ്, നമ്മൾ അതാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ സെക്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ബീറ്റ 2 ക്യാപ്പിന്റെ വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ സിഗ്മ സ്ക്വയർ ഇത് ഹോമോസ്കെഡാസ്റ്റിക് വേരിയൻസ് ഓഫ് എറർ ടൈം. നമ്മുടെ പോപ്പുലേഷൻ റിഗ്രഷൻ നമ്മൾ 4th അസംപ്ഷൻ ആണ് ഈ കാണുന്നത്. 4th അസംപ്ഷൻ സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ xi സ്ക്വയർ. എക്സ് ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ എന്ന് എപ്പോഴും നിങ്ങൾ നോക്കണം. സ്മോൾ ലെറ്റർ ആണെങ്കിൽ അതിന്റെ അർത്ഥം അത് ഡീവിയേഷൻ ഫോമിലാണ്, അതായത് അത് x - x ബാർ ആണെന്നാണ് അതിന്റെ അർത്ഥം. ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ അത് ആക്ച്വലി അതൊരു എക്സ്പ്ലനേറ്ററി വേരിയബിൾ ആണ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണെന്നാണ് അർത്ഥം. അതിന്റെ അർത്ഥം അതിൽ ഡീവിയേഷൻ ഇല്ല, അതിൽ നിന്ന് വേറെ ഒന്നും നമ്മൾ ഡിഡക്ട് ചെയ്യുന്നില്ല. അതേസമയം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് സ്മോൾ എക്സ് ആണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അത് x - x ബാർ ആണ്. ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ അതിന്റെ മീനിൽ നിന്നുള്ള ഡീവിയേഷൻസിന്റെ സ്ക്വയറിന്റെ സമ്മാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ അതിന്റെ മീനിൽ നിന്നുള്ള ഡീവിയേഷൻസിന്റെ സ്ക്വയറിന്റെ സമ്മാണ് ഇവിടുത്തെ ഡിനോമിനേറ്റർ. ഇതിന്റെ ഡെറിവേഷൻ ഒന്നും നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല, പക്ഷെ ഇതാണ് വേരിയൻസ്. ഇതിന്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ ഇവിടെ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് സെയിം ആസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ സ്ക്വയർ റൂട്ട് ചെയ്താൽ മതി. അത് നമുക്ക് 2 രീതിയിൽ എഴുതാം. ഇതിനെ സിഗ്മ എഴുതി നമ്മൾ താഴത്തെ സെക്ഷനിൽ നമ്മൾ സ്ക്വയർ റൂട്ട് ചെയ്യും, അങ്ങനെ നമ്മൾ എഴുതാം. പിന്നെ വേരിയൻസ് ബീറ്റ 1 ക്യാപ്പിന്റെ ഇക്വേഷൻ ഇതാണ്. ഇവിടെ സിഗ്മ
എക്സ് ഐ സ്ക്വയർ, എക്സ് ക്യാപിറ്റൽ ലെറ്റർ ആണെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ താഴെയാണെങ്കിൽ എൻ ഇൻറ്റു എൻ എന്ന് പറയുന്നത് സാമ്പിൾ സൈസ് ആണ്, സിഗ്മ സ്മോൾ ലെറ്റർ എക്സ് ഐ സ്ക്വയർ ആണ്. പിന്നെ ഇവിടെ നമുക്ക് സിഗ്മ സ്ക്വയർ, ഇത് വേരിയൻസ്, ഇത് കോൺസ്റ്റന്റ് വേരിയൻസിന്റെയാണ് ഈ സിഗ്മ സ്ക്വയർ. എന്ത് വേരിയൻസിന്റെയാണ്? ഈ വേരിയൻസ് എന്ന് പറയുന്നത് എറർ ടൈമിന്റെ വേരിയൻസ് ആണ്. നമ്മൾ അതിനെ ഹോമോസ്കെഡാസ്റ്റിക് എറർ ടൈം എന്ന് പറയും ഈ സിഗ്മ സ്ക്വയർ. ഇനി ഇതിന്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് ബീറ്റ 1 ക്യാപ്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാം. ദെൻ നമ്മൾ ഈ ഇക്വേഷന്റെ അകത്ത് നമുക്ക് പരിചയമില്ലാത്ത ഒരു കാര്യം, അതായത് നമുക്ക് ഇക്വേഷൻ അറിയാൻ പാടില്ലാത്ത കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ഇത് നമുക്കറിയാം എക്സ് മൈനസ് എക്സ് ബാർ ആണെന്ന് അറിയാം, ഇത് എക്സ് ആണെന്ന് അറിയാം, ഇത് എൻ നമുക്ക് സാമ്പിൾ സൈസ് ആണെന്ന് അറിയാം. ഈ സിഗ്മ സ്ക്വയർ ഇവിടെ സിഗ്മയും സിഗ്മ സ്ക്വയറും എല്ലാം വന്നിട്ടുണ്ട് ഇവിടെ എല്ലാം. സിഗ്മ എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയർ റൂട്ടാണ് സിഗ്മ. ഇത് വേരിയൻസ് ആണെങ്കിൽ ഇത് സ്റ്റാൻഡേർഡ് എറർ ആണ്. എന്തിന്റെ? യുവിന്റെ. അത് നിങ്ങൾ ഓർക്കുക. ഈ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത്, ഞാൻ വൈറ്റ് ബോർഡ് എടുക്കട്ടെ. നമ്മൾ സിഗ്മ സ്ക്വയറിന് എഴുതുകയാണെങ്കിൽ ഇത് പോപ്പുലേഷന് ക്യാപ്പില്ലാത്തത് കൊണ്ട് അത് എസ്റ്റിമേറ്റഡ് അല്ല. അതായത് നമ്മൾ സാമ്പിൾ എടുത്തിരിക്കുന്നതിന്റെ അല്ല, പോപ്പുലേഷനെയാണ്. ഇത് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം എന്താണ്? പോപ്പുലേഷന്റെ ബീറ്റ 1ഉം ബീറ്റ 2 ഇത് പോപ്പുലേഷന്റെ ആണെന്ന് അറിയാം അല്ലെ. പോപ്പുലേഷന്റെ ഇന്റർസെപ്റ്റ് ആണ് ബീറ്റ 1. ഇത് നമുക്ക് അറിയാൻ പാടാത്തതുകൊണ്ട് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യുന്നത്? നമ്മൾ ബീറ്റ 1 ക്യാപ്പ് ഫൈൻഡ് ചെയ്യുന്നത്. ഇത് എസ്റ്റിമേറ്റ് ആണ്, എസ്റ്റിമേറ്റഡ് ആണ്, അതായത് പോപ്പുലേഷന്റെ എസ്റ്റിമേറ്റഡ് ആണ്. ബീറ്റ 2 എന്ന് പറയുന്നത് പോപ്പുലേഷന്റെ സ്ലോപ്പ് പാരാമീറ്റർ ആണ്. ഇത് നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട്, അൺനോൺ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യുന്നത്? ബീറ്റ 2ന്റെ എസ്റ്റിമേറ്റ് ഒരു സാമ്പിൾ ചെയ്ത് ഫൈൻഡ് ചെയ്യുന്നത്. കാരണം പോപ്പുലേഷൻ ഫൈൻഡ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആണ്. സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് ഇതും പോപ്പുലേഷനെയാണ്. ഇത് എന്തിന്റെയാണ്? ഇത് വേരിയൻസ് ഓഫ് എറർ ആണ്. ഇത് പോപ്പുലേഷന്റെ റാൻഡം വേരിയബിൾ എന്നറിയാം. അപ്പോൾ എററിന്റെ വേരിയൻസ് ആണ് ഈ സിഗ്മ കാണിക്കുന്നത്. നമുക്കത് അറിയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നേ? ഇത് വേരിയൻസിന്റെ നമ്മൾ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് സാമ്പിളിൽ നിന്ന് എസ്റ്റിമേറ്റ്, സാമ്പിൾ വാല്യൂസിൽ നിന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, ക്യാപ്പ് വന്നു. സോ ഈ ഇതെന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എന്തായിരിക്കും? യു ഐ ക്യാപ്പിന്റെ വേരിയൻസ് ആയിരിക്കും. യു ഐ ക്യാപ്പ്, ഇത് യു ഐയുടെ വേരിയൻസ് ആണെങ്കിൽ ഇത് യു ഐ ക്യാപ്പിന്റെ വേരിയൻസ് ആയിരിക്കും. വൈ ഐ മൈനസ് വൈ ഐ ക്യാപ്പിന്റെ വേരിയൻസ് ആയിരിക്കും ഈ കാണുന്നത്. എന്നാൽ ഇതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് യു ഐ ക്യാപ്പ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഇക്വേഷൻസ് പഠിച്ച പോലെ സിഗ്മ ക്യാപ് സ്ക്വയറിന്റെ, അതായത് സാമ്പിൾ വേരിയൻസ് ഓഫ് ദ റിഗ്രഷൻ മോഡലാണ്, വേരിയൻസ് ഓഫ് യു ഐ ക്യാപ്പ് ആണ്. ദാറ്റ് ഈസ് സിഗ്മ യു ഐ ക്യാപ് സ്ക്വയർ divided by n minus 2. This is degree of freedom. ഈ യു ഐ ക്യാപ്പ് നമ്മൾ എന്താന്ന് പഠിച്ചിട്ടുണ്ട്. യു ഐ ക്യാപ്പ് എന്ന് പറയുന്നത് സിഗ്മ വൈ ഐ മൈനസ് വൈ ഐ ക്യാപ്പ്. നമുക്ക് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡിവൈഡഡ് ബൈ n മൈനസ്. ഇനി ഇതിൽ നിന്ന് സിഗ്മ കിട്ടണമെന്നുണ്ടെങ്കിൽ, സിഗ്മ ക്യാപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അപ്പൊ ഇത് വേരിയൻസ് ആണ്, ഇത് വേരിയൻസ് ആണ്, VAR, ഇത് വേരിയൻസ് ആണ്, കാരണം സ്ക്വയർ ഉണ്ട്. ഇനി സിഗ്മ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ചെയ്താൽ മതി. നമ്മള് സിഗ്മ യു ഐ ക്യാപ് സ്ക്വയർ ഡിവൈഡഡ് ബൈ
n minus 2. ഈ വേരിയൻസ്, അപ്പൊ ഇത് എന്താണ്, ഇത് സ്റ്റാൻഡേർഡ് എററാണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇത് നമ്മുടെ റിഗ്രഷൻ മോഡലിന്റെ സ്റ്റാൻഡേർഡ് എററാണ്. സോറി, വേരിയൻസ് ആണെങ്കിൽ, എസ്റ്റിമേറ്റഡ് വേരിയൻസ് ആണെങ്കിൽ ഇത് റിഗ്രഷൻ മോഡലിന്റെ, അതായത് എറർ ടൈമിന്റെ റെസിഡ്യൂവലിന്റെ സ്റ്റാൻഡേർഡ് എററാണ്. ഇത് റെസിഡ്യൂവലിന്റെ വേരിയൻസ് ആണ്, റെസിഡ്യൂവലിന്റെ സ്റ്റാൻഡേർഡ് എററാണ്. റെസിഡ്യൂവൽ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റെസിഡ്യൂവലിന്റെ സ്ക്വയർ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇതിന്റെ β1 β2ന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ ഈ റെസിഡ്യൂവലിനെ ഏറ്റവും മിനിമൈസ് ചെയ്യുക, അതിന്റെ വേരിയൻസ് ഏറ്റവും കുറവാണെങ്കിൽ നല്ലത്. അതുപോലെ സ്റ്റാൻഡേർഡ് എറർ ഏറ്റവും കുറവാണെങ്കിൽ അത് ആ മോഡല് ഗുഡ് ഫിറ്റ് ആണെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമ്മൾ ഇത് ഈ രണ്ട് വേരിയൻസും സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് റെസിഡ്യൂവൽസിന്റെ ആണെങ്കിൽ നമ്മൾ അതോടൊപ്പം തന്നെ എന്തിൻ്റെയൊക്കെ വേരിയൻസും സ്റ്റാൻഡേർഡ് എററും പഠിച്ചു? വേരിയൻസ് ഓഫ് β2 ക്യാപ്പിന്റെയും പഠിച്ചു. സ്റ്റാൻഡേർഡ് എറർ ഓഫ് β2 ക്യാപ്പിന്റെ ഇക്വേഷൻ നമ്മൾ നോക്കി. ഇത് β2ന് മാത്രമാണ്, ഇത് മോഡലിന് മുഴുവനാണ്. ഇത് എസ്റ്റിമേറ്റ് സ്ലോപ്പ് എസ്റ്റിമേറ്ററിന്റെ മാത്രം വേരിയൻസും സ്റ്റാൻഡേർഡ് എററുമാണ്. ഇത് ആ റിഗ്രഷൻ മോഡലിന്റെ മുഴുവൻ വേരിയൻസും സ്റ്റാൻഡേർഡ് എററുമാണ്. അതുപോലെ നമ്മൾ എന്ത് പഠിച്ചു? വേരിയൻസ് ഓഫ് β1 ക്യാപ്പും സ്റ്റാൻഡേർഡ് എറർ ഓഫ് β1 ക്യാപ്പ് നമ്മൾ പഠിച്ചു. ഇത് ഈ വേരിയൻസും ഈ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരു സ്ലോപ്പ് കോഎഫിഷ്യന്റിന്റെ വേരിയൻസും സ്റ്റാൻഡേർഡ് എററാണ്. അതായത് ഇത് എത്രത്തോളം റിലയബിൾ ആണ്, ഇത് എത്രത്തോളം പ്രിസൈസ് ആണെന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് നോക്കുന്നത്. β2 എത്രത്തോളം പ്രിസൈസ് ആണ്, എത്രത്തോളം സ്റ്റാൻഡേർഡ് എറർ ഇത് കുറവാണെങ്കിൽ, സ്റ്റാൻഡേർഡ് എറർ കുറവാണെങ്കിൽ β2 ക്യാപ്പ് മോർ പ്രിസൈസ്. ഇത് β1 ക്യാപ്പിന്റെ പ്രിസിഷൻ നോക്കാൻ വേണ്ടിയുള്ളതാണ് ഈ രണ്ട് കാര്യം, സ്റ്റാൻഡേർഡ് എറർ. അപ്പൊ ഇത് ഈ സ്റ്റാൻഡേർഡ് എറർ കുറവാണെങ്കിൽ അതും കൂടുതൽ പ്രിസൈസ് ആണെന്ന് അർത്ഥം. വേരിയൻസ് കുറവാണെങ്കിൽ അത് കൂടുതൽ പ്രിസൈസ് ആണ്. അതേസമയം ഇതെന്താണ്? ഇത് റിഗ്രഷൻ മോഡലിന്റെ, നമ്മുടെ റിഗ്രഷൻ മോഡൽ നമുക്കറിയാം രണ്ട് രീതിയിൽ നമുക്ക് റിഗ്രഷൻ മോഡൽ എഴുതാം. yi ക്യാപ്പ് ഈസ് ഈക്വൽ ടു β1 ക്യാപ്പ് പ്ലസ് β2 ക്യാപ്പ് xi. അല്ലെങ്കിൽ നമുക്ക് സ്റ്റോക്കാസ്റ്റിക് ഫോമിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ yi ഈസ് ഈക്വൽ ടു β1 ക്യാപ്പ് പ്ലസ് β2 ക്യാപ്പ് xi പ്ലസ് ui എന്ന് എഴുതാം. അപ്പൊ ഇതാണ് നമ്മുടെ റിഗ്രഷൻ മോഡൽ. ഇതിന്റെ ഈ മോഡൽ എത്രത്തോളം പ്രിസൈസ് ആണ്, എത്രത്തോളം റിലയബിൾ ആണെന്ന് അറിയാനായിട്ടാണ് നമ്മൾ അതിന്റെ വേരിയൻസും സ്റ്റാൻഡേർഡ് എറർ നോക്കുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് എറർ നമ്മൾ 3 തരത്തിലുള്ള സ്റ്റാൻഡേർഡ് എറേഴ്സ് ആണ് പഠിച്ചത്. ഒന്ന് റിഗ്രഷൻ മോഡലിന്റെ എസ്റ്റിമേറ്റ്സിന്റെ. ഓക്കെ, ഇത്രയും നിങ്ങൾ ഫോളോ ചെയ്തല്ലോ? ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. നമ്മൾ അതിന്റെ ചില ui ക്യാപ്പ് കാണാനായിട്ടുള്ള ഷോർട്ട് കട്ടാണ് ഈ പറഞ്ഞിരുന്നത്. അതായത് yi ക്യാപ്പ് കാണാതെ തന്നെ നമുക്കിത് കാണാനായിട്ട് പറ്റും. അതിന് വേണ്ടിയുള്ള ഇക്വേഷൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതൊക്കെ എടുത്തതാണ്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റേഴ്സ്. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റേഴ്സ്. ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ? എന്താണ് ലീസ്റ്റ് സ്ക്വയർ beta cap and beta.
2 cap. You're right. Beta 1 cap and beta 2 capനെയാണ് നമ്മൾ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് the properties of പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ നമ്മളൊരു പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. ആ പ്രോപ്പർട്ടീസ് എന്താന്ന് ഓർക്കുന്നുണ്ടോ? ബീറ്റ 1 ക്യാപ്പിന്റെയും ബീറ്റ 2 ക്യാപ്പിന്റെയൊക്കെ രണ്ട് തരത്തിലുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുകയാണ്. ഒന്ന് ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ്. നമ്മൾ ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് ഓർക്കുന്നുണ്ടോ? ഒന്ന്, റിഗ്രഷൻ ലൈൻ ലീനിയർ ആയിരിക്കണം, ഒന്നാമത്തത്. അത് ഇവിടെയും വരുന്നുണ്ട്. രണ്ടാമത്തത്, അത് എക്സ് ബാർ വൈ ബാറിലൂടെ കടന്നു പോകും, അതിന്റെ ഇന്റർസെക്ഷൻ പോയിന്റിലൂടെ കടന്നു പോകും. ഓക്കെ, മൂന്ന് ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസും പിന്നെ റിഗ്രഷൻ ലൈനിന്റെ 5 പ്രോപ്പർട്ടീസുമാണ് നമ്മൾ പഠിച്ചത്. 5 സവിശേഷതകളാണ് നമ്മൾ പഠിച്ചത് ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് അതിലേക്ക് ഒന്ന് നോക്കിയിട്ട് തിരിച്ചിലേക്ക് വരാം. ഇവിടെയാണ് നമ്മൾ ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് പഠിച്ചത്. 3 ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഒന്ന്, എക്സിനും വൈനെയും ബേസ് ചെയ്തിട്ടാണ് OLS എസ്റ്റിമേറ്റേഴ്സ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. പോയിന്റ് എസ്റ്റിമേറ്റേഴ്സ് ആണ്. സാമ്പിൾ റിഗ്രഷൻ ലൈൻ. സാമ്പിൾ റിഗ്രഷൻ ലൈനിന്റെ പ്രോപ്പർട്ടി ആയിട്ടാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്. സാമ്പിൾ റിഗ്രഷൻ ലൈൻ സാമ്പിൾ മീൻസിലൂടെ കടന്നു പോകും. വൈ ബാർ എക്സ് ബാറിലൂടെ ഇന്റർസെക്ഷൻ പോയിന്റിലൂടെ കടന്നു പോകും. 2, മീൻ വാല്യൂ ഓഫ് വൈയും വൈ ഐ ക്യാപ്പിന്റെ മീൻ വാല്യൂവും ഈക്വൽ ആയിരിക്കും. വൈ ബാർ ഈസ് ഈക്വൽ ടു വൈ ഐ ക്യാപ് ബാർ. മൂന്നാമത്തത്, മീൻ വാല്യൂ ഓഫ് റെസിഡ്യൂവൽസ് സിഗ്മ യു ഐ ക്യാപ് ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് യു ഐ ക്യാപ് ഈസ് ഓൾസോ ഈക്വൽ ടു 0. നമ്മളത് പഠിച്ചതായിരുന്നു. നാലാമത്തത്, യു ഐ ക്യാപ് ആർ അൺകോറിലേറ്റഡ് വിത്ത് പ്രെഡിക്റ്റഡ് വൈ ഐ. അതായത് സിഗ്മ യു ഐ ക്യാപ് വൈ ഐ ക്യാപ് യു ഐ ക്യാപ് ഈസ് ഈക്വൽ ടു 0. ഇത് നമ്മൾ പറഞ്ഞതായിരുന്നു. പിന്നെ അവസാനം നമ്മൾ പറഞ്ഞത് യു ഐ ക്യാപ് ഈസ് അൺകോറിലേറ്റഡ് വിത്ത് എക്സ് ഐ. സിഗ്മ യു ഐ ക്യാപ് എക്സ് ഐ ഈസ് ഈക്വൽ ടു 0. ഇത്രയുമാണ് നമ്മൾ ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് പഠിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം അത് അതിന്റെ എക്സ്പ്ലനേഷൻസ് എല്ലാം നൽകിയതാണ്. പ്ലീസ് ഗോ ത്രൂ ഇറ്റ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതിന് 2-3 പേരുകളുണ്ട്. അപ്പോൾ ഏത് പേരുകളിൽ വന്നാലും നിങ്ങളത് എഴുതാൻ തയ്യാറായിരിക്കും. ഒന്ന്, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറയും. അതല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടീസിനെ ബീറ്റ 1 ക്യാപ്പിന്റെയും ബീറ്റ 2 ക്യാപ്പിന്റെയും നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടീസിനെ OLS എസ്റ്റിമേറ്റേഴ്സിന്റെ പ്രോപ്പർട്ടീസിനെ ഗോസ് മാർക്കോവ് തിയറം എന്ന പേര് വിളിക്കും. ഗോസ് മാർക്കോവ് തിയറം. 2 എക്കണോമെട്രീഷ്യൻസ്മാരാണ് ഗോസ് മാർക്കോവ്. ഫ്രെഡറിക് ഗോസ് ആണ് ഒന്ന്, മാർക്കോവ്. അങ്ങനെ 2 എക്കണോമെട്രീഷ്യൻസിന്റെ പേരുകളാണ് ഇതിലുള്ളത്. അപ്പൊ ഗോസ് മാർക്കോവ് തിയറം എന്ന ഒരു പേര് കൂടി ഇതിനുണ്ട്. പിന്നെ മറ്റൊരു രീതിയിലും കൂടി ഇതിനെ വിളിക്കാറുണ്ട്. അത് ബ്ലൂ എന്നാണ് വിളിക്കുന്നത്. ബ്ലൂ, BLUE, ബെസ്റ്റ് ലീനിയർ അൺബയസ്ഡ് എസ്റ്റിമേറ്റ്. അപ്പൊ 3 രീതിയിൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്ന്, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് OLS. ചിലപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് OLS എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 2 എഴുതാം. ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് എഴുതാം, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എഴുതാം. അത് എപ്പോഴും ശ്രദ്ധയുണ്ടാവണം. ചിലപ്പോൾ സ്പെഷ്യലായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് മാത്രം ചോദിക്കും. അല്ലെങ്കിൽ ഗോസ് മാർക്കോവ് തിയറം എന്താണെന്ന് ചോദിക്കും. അതല്ലെങ്കിൽ എന്താണ് ബ്ലൂ എന്ന് ചോദിക്കും. ഇത്രയും 3 തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. യൂഷ്വലി ഗോസ് മാർക്കോവ് തിയറം എന്താണെന്നാണ് ചോദിക്കാം. ഗോസ് മാർക്കോവ് തിയറം
ഇത് നോക്കുക, ഇവിടെ ദ ഗോസ് മാർക്കോവ് തിയറം. ഇനി എന്തൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. അതായത് OLSലൂടെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന β1 ക്യാപ്പിനും β2 ക്യാപ്പിനും ചില ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഉണ്ട്, നല്ല പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് എപ്പോൾ മാത്രമാണെന്ന് അറിയാമോ? ഈ അസംഷൻസ് നമ്മളിപ്പോ നേരത്തെ പഠിച്ച 10 അസംഷൻസ് ഉണ്ടല്ലോ, ക്ലാസിക്കൽ അസംഷൻസ്, ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിന്റെ അസംഷൻസ്, അത് വയലേറ്റ് ചെയ്യപ്പെടാതിരുന്നാൽ, അതുണ്ട് എങ്കിൽ, നമ്മൾ പറഞ്ഞ ഈ അസംഷൻസ് എല്ലാം ലീനിയർ ആണ്, എക്സ് ഫിക്സ്ഡ്, ഒരു നോൺ സ്റ്റോക്കാസ്റ്റിക് ആണ് എക്സ്, അതുപോലെ തന്നെ ഹോമോസ്കഡാസ്റ്റിസിറ്റി, മീൻ വാല്യൂ ഓഫ് യു ഈസ് ഈക്വൽ ടു 0, അതേപോലെ നോ ഓട്ടോ കോറിലേഷൻ, നോ പെർഫെക്റ്റ് മൾട്ടികോളിനിയാരിറ്റി, again the number of n should be greater than the number of parameters, variability in x. അങ്ങനെ നമ്മൾ പല 10 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചത്, കറക്റ്റ് സ്പെസിഫിക്കേഷൻ, ഇങ്ങനെ നമ്മൾ 10 പ്രോപ്പർട്ടീസ് നമ്മൾ അസംഷൻസ് പഠിച്ചിട്ടുണ്ട്. ഈ അസംഷൻസ് ഒന്നും വയലേറ്റ് ചെയ്യപ്പെടാതിരുന്നാൽ നമ്മൾ കണ്ടെത്തുന്ന β1 ക്യാപ്പിന്റെയും β2 ക്യാപ്പിനും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസിനെ നമുക്ക് ഒറ്റ ഷോർട്ട് ഫോമിൽ വിളിക്കാം, ദാറ്റ് ഈസ് ബ്ലൂ. ബെസ്റ്റ് ആണ്, ലീനിയർ ആണ്, അൺബയസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആണ്. ഇതാണ് എൻ്റെ ഫുൾ ഫോം, ബെസ്റ്റ്, ലീനിയർ, അൺബയസ്ഡ് എസ്റ്റിമേറ്റേഴ്സ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാണ്. ഈ അസംഷൻസ് ഒന്നും വയലേറ്റ് ചെയ്യപ്പെടാതിരുന്നാൽ നമ്മൾ OLS മെത്തേഡിലൂടെ ഫൈൻഡ് ചെയ്യുന്ന β1 ക്യാപ്പിനും β2 ക്യാപ്പിനും വളരെ ഡിസൈറബിൾ ആയിട്ടുള്ള ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അസംഷൻസിന്റെ പുറത്താണ് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നത്. അതേസമയം ഈ അസംഷൻസ് ഒന്നും നോക്കാതെ നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. അവിടെ അസംഷൻസ് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. അതായത് എക്സും വൈയും ഉണ്ടെങ്കിൽ നമുക്ക് β1 ക്യാപ്പ് ഫൈൻഡ് ചെയ്യാൻ പറ്റും, β2 ക്യാപ്പ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. β1 β2 ക്യാപ്പ് എന്ന് പറഞ്ഞാൽ പോയിന്റ് എസ്റ്റിമേറ്റേഴ്സ് ആണ്. അതുപോലെ β1 β2 പറഞ്ഞാൽ നമുക്ക് സാമ്പിൾ റിഗ്രഷൻ ലൈൻ വരയ്ക്കാം. ഇതാണ് 3 ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അത് നമുക്ക് അസംഷൻസ് ഹോൾഡ് ചെയ്യണമെന്നൊന്നുമില്ല. അസംഷൻസ് വയലേറ്റ് ചെയ്യപ്പെട്ടാലും നമുക്ക് ആ ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് നിലനിൽക്കും. പക്ഷെ ഇത് അസംഷൻസ് ഹോൾഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ബ്ലൂ എന്നുള്ള പ്രോപ്പർട്ടി വരുള്ളൂ. അതായത് ബെസ്റ്റ്, ലീനിയർ, അൺബയസ്ഡ് എസ്റ്റിമേറ്റഡ് ആയിട്ട് β1 ക്യാപ്പും β2 ക്യാപ്പും മാറുകയുള്ളൂ. ഇനി എന്താണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ β1 ക്യാപ്പും β2 ക്യാപ്പും ലീനിയർ ഫോമിലായിരിക്കും. OLSലൂടെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന β1 ക്യാപ്പും β2 ക്യാപ്പും ലീനിയർ ഫോമിലാണ് എന്നതാണ് ഒന്നാമത്തെ ഇത്. അത് യൂഷ്വലി ലീനിയർ ഫോമിലായിരിക്കുള്ളൂ. നമ്മൾ നോൺ ലീനിയർ ആണെങ്കിൽ നമുക്ക് OLS മെത്തേഡിലൂടെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആ ഒരു β1 ക്യാപ്പും β2 ക്യാപ്പും നോൺ ലീനിയർ മെത്തേഡിലാണെങ്കിൽ അത് അത്ര എഫിഷ്യന്റ് ആവണമെന്നില്ല, അല്ലെങ്കിൽ ബെസ്റ്റ് എസ്റ്റിമേറ്റ്സ് ആവില്ല, ബ്ലൂ ആവില്ല. ഒന്നാമത്തെ ലീനിയർ എന്നുള്ളതാണ്. രണ്ടാമത്തത് അൺബയസ്ഡ് എന്നുള്ളതാണ്. നമുക്ക് ആദ്യം എന്താണ് അൺബയസ്ഡ്? നമ്മളിവിടെ ലീനിയർ ആദ്യം പറഞ്ഞു, ബ്ലൂവില് 3 സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? BLUE. ഈ ബെസ്റ്റ് എന്ന് പറയുന്നത് എഫിഷ്യന്റ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് നമ്മളോട് പറയുന്നത്. ബ്ലൂ എന്ന് പറയുന്നത് ബെസ്റ്റ്. നമുക്ക് ഓരോന്ന് എന്താന്ന് നമുക്ക് നോക്കാം. ബെസ്റ്റ് ഇതിനൊക്കെ അർത്ഥമുണ്ട്. ബെസ്റ്റ് ആണെന്ന് പറയുന്നത് ഏറ്റവും, ഇതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തത് ലീനിയർ. മൂന്നാമത്തത് അൺബയസ്ഡ്. എസ്റ്റിമേറ്റേഴ്സ്. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്?
β1 ക്യാപ്പും β2 ക്യാപ്പ്. ഇതിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഈ എസ്റ്റിമേറ്റേഴ്സിന്റെ 3 സവിശേഷതകളാണ്. ഒന്ന് ബെസ്റ്റ് ആണ്, ലീനിയർ ആണ്, അൺബയസ്ഡ് ആണ്. ലീനിയർ നമുക്ക് ഓൾറെഡി നമ്മൾ അസംഷൻസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് അസംഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് ലീനിയർ. ഫസ്റ്റ് അസംഷൻ തന്നെ ലീനിയർ എന്നുള്ളതാണ്. ലീനിയർ ആണ്. രണ്ടാമത്തത് അൺബയസ്ഡ് ആണ്. എന്താണ് അൺബയസ്ഡ്? നമുക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. എന്താണ് അൺബയസ്ഡ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു β2 എടുക്കുകയാണെങ്കിൽ β2ന് ഒരുപാട് β2s ഉണ്ട്. നമുക്ക് ഓരോ സാമ്പിളിൽ നിന്ന് ഓരോ β2s കിട്ടും. ഇപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയാണ് β2 ക്യാപ്പ് ഫൈൻഡ് ചെയ്യുന്നത്? നമുക്ക് β2 വേണം അല്ലെ? ഇത് പോപ്പുലേഷന്റെ ആണ്. ഇത് പോപ്പുലേഷന്റെ സ്ലോപ്പ് പാരാമീറ്റർ ആണ്. ഇത് β2 ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു സാമ്പിളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഫൈൻഡ് ചെയ്തിരിക്കുന്ന സ്ലോപ്പ് കോഎഫിഷ്യന്റ് ആണ് β2 ക്യാപ്പ്. ഒരു പോപ്പുലേഷൻ നമുക്ക് ഒരുപാട് സാമ്പിളുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് β2 ക്യാപ്പുകൾ നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ സപ്പോസ് ഇത് അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ്. അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ബെൽ ഷേപ്ഡ് ഡിസ്ട്രിബ്യൂഷൻ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഫിഗറിലേക്ക് ഇത് ക്ലസ്റ്റർ ചെയ്യുന്നുണ്ട്. ഈ സെൻട്രൽ ഫിഗറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മീൻ എന്ന് വിളിക്കുന്നത്. അതായത് ഇത് β2 ക്യാപ്പിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിചാരിക്കുക. β2 ക്യാപ്പിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ കുറെ വാല്യൂസ് ഉണ്ട് ഈ സൈഡിൽ, പക്ഷെ അത് വളരെ കുറച്ചേ ഉള്ളൂ. എക്സ്ട്രീം വാല്യൂസ് ആണ്. ഇതെല്ലാം എക്സ്ട്രീം വാല്യൂസ് ആണ്. സിമെട്രിക്കലായിട്ട് വരയ്ക്കണം. ഇത് സിമെട്രിക്കലായിട്ട് വരയ്ക്കണേ. ഇതെന്താണ്? എക്സ്ട്രീം വാല്യൂസ് ആണ്. വളരെ റെയർ ആയിട്ട് മാത്രം വരുന്ന ഇതൊരു വാല്യൂ ആണ്. ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. ഇനി ഇതിന്റെ സെൻട്രൽ വാല്യൂ എന്ന് പറയുന്നത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. അതായത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ്, നമ്മൾ അതിനെ മീൻ എന്ന് വിളിക്കുന്നതിന് പകരം നമ്മൾ എന്ത് വിളിക്കും? എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് β2 ക്യാപ്പ്. എന്താണ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് β2 ക്യാപ്പ് എന്ന് പറയുന്നത്? മീൻ β2. യെസ്. ഇനി ഇത് നമുക്ക് എങ്ങനെ കിട്ടിയത്? ഇപ്പൊ ഇതൊരു വാല്യൂ ആണെന്ന് വെച്ചാൽ ഇതൊരു β2ന്റെ വാല്യൂ ആണ്, ഇതൊരു β2ന്റെ വാല്യൂ ആണ്. ഇതെല്ലാം ഓരോ സാമ്പിളിൽ നിന്ന് ഫൈൻഡ് ചെയ്യുന്ന β2 ക്യാപ്പുകളാണ്. ഓക്കെ, ഞാനിവിടെ കുറച്ച് ഡോട്ടുകൾ വരയ്ക്കുകയാണെന്ന് വിചാരിച്ചു. ഇതിന്റെ ഓരോ പോയിന്റുകളും കാണിക്കുന്നത് എന്താണ്? ഓരോ സാമ്പിളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പോപ്പുലേഷന്റെ തന്നെ ഓരോ സാമ്പിൾ എടുത്ത് അതിൽ നിന്നെല്ലാം ഞാൻ കളക്ട് ചെയ്യുന്ന സാമ്പിളിൽ നിന്ന് ഞാൻ എസ്റ്റിമേറ്റ് ചെയ്തെടുക്കുന്ന β2കളാണ്. അപ്പൊ ഇത് നമുക്കൊരു കാര്യം മനസ്സിലായി. ഇതിന്റെ ഭൂരിഭാഗം വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഒരു 68% വരുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ 68% വരുന്നത് ഈ ഒരു ഫസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ വ്യത്യാസത്തിൽ തന്നെ നമുക്ക് 68% ഇവിടെ ക്ലസ്റ്ററിങ് ആയിരിക്കും. ഇതിൽ നിന്ന് ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മൈനസ് ചെയ്താൽ മതി. അത് നമുക്കിപ്പോ നോക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതായത് ഭൂരിഭാഗവും കിടക്കുന്നത് ഈ സെൻട്രൽ ടെൻഡൻസിയോട് അടുത്തായിരിക്കും കിടക്കുന്നത്. സെൻട്രൽ ടെൻഡൻസിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് β2 ക്യാപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതെന്താണെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന ഈ ഒരു പോപ്പുലേഷൻ, ഇനി ഈ പറയുന്നത് ശ്രദ്ധിച്ചെന്ന് കേൾക്കാം. ഒരു പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളുകൾ, ഒരുപാട് സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നു. ആ ഓരോ സാമ്പിളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന β2കളുടെ എല്ലാം മീൻ എടുത്താൽ അത് ട്രൂ ആയിട്ടുള്ള β2ന് ഈക്വൽ ആണെങ്കിൽ, അപ്പോൾ ഞാൻ പറയുന്നു ട്രൂ ആയിട്ടുള്ള β2 നമുക്ക് അറിയാൻ പാടില്ല, പക്ഷെ ട്രൂ ആയിട്ടുള്ള β2ന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഈ β2 ക്യാപ്പിനെ അൺബയസ്ഡ് എന്ന് വിളിക്കാം. അൺബയസ്ഡ്. അപ്പൊ അൺബയസ്ഡ് എന്ന് പറയുന്നത് ഒരു β2 അല്ല,
ഈ ബീറ്റ ടുകളുടെ എല്ലാ സാമ്പിളിൽ നിന്നും നമ്മൾ എടുക്കുന്ന ബീറ്റ ടുവിന്റെ മീൻ, ഇഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു മീൻ എന്ന് പറയുമ്പോൾ അതിന്റെ സെൻട്രൽ ആയിരിക്കുള്ളൂ. ഈ ഒരു കർവിന്റെ സെൻട്രൽ പീക്ക് പോയിന്റ് ആണ് മീൻ എന്ന് വിളിക്കുന്നത്. ഇത് ബീറ്റ ടു ക്യാപ്പിന്റെ മീൻ എക്സ്പെക്ടഡ് വാല്യൂ. ഇഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ട്രൂ population beta 2, this is population beta 2, population slope parameter. If it is equal to population parameter, slope parameter, then it is called unbiased. Okay, ഇതിനെയാണ് നമ്മൾ അൺബയസ്ഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒന്ന് ക്ലിയർ ആക്കാം, എന്താണ് ഒരു പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് ഒരുപാട് സാമ്പിളുകൾ എടുക്കാം. ഓരോ സാമ്പിളിൽ നിന്ന് നമുക്ക് ഓരോ ബീറ്റ ടുവിന്റെ വാല്യൂ കിട്ടും. ആ ബീറ്റ ടുവിന്റെ വാല്യൂവിനെ എല്ലാം നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു ബെൽ ഷേപ്ഡ് കർവ, അത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയുന്നില്ല. സപ്പോസ് ഇറ്റ് ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു സെൻട്രൽ വാല്യൂ ഉണ്ടാവും. ആ സെൻട്രൽ വാല്യൂ എന്ന് പറയുന്നത് ആ ബീറ്റ ടു ക്യാപ്പുകളുടെ എല്ലാം ഒരു മീൻ എടുത്താണ്. എങ്ങനെ മീൻ എടുക്കുന്നത്? നമുക്ക് ബീറ്റ ടു, ഒരുപാട് ബീറ്റ ടൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. എല്ലാത്തിനെയും കൂടി നമ്മൾ സം ചെയ്യുന്നു, എന്നിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബീറ്റ ടു ക്യാപ്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ മീൻ കിട്ടും. ആ മീൻ എന്തിന് തുല്യമാണെങ്കിൽ, ട്രൂ ആയിട്ടുള്ള ബീറ്റ ടു ക്യാപ്പിന് തുല്യമാണെങ്കിൽ, then we call that beta 2 cap unbiased beta 2. ഇപ്പോൾ ഓയിലസ് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന ഓയിലസ് മെത്തേഡിലെ എല്ലാ അസംഷൻസും നമ്മൾ ഹോൾഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസിക്കൽ അസംഷൻസിലെല്ലാം നിലനിൽക്കുകയാണ്, ഒന്നും വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓയിലസ് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഉറപ്പായും അൺബയസ്ഡ് ആയിട്ടുള്ള ബീറ്റ ടു ക്യാപ്പ് ആയിരിക്കും. അതിന്റെ എസ്റ്റിമേറ്റർ അൺബയസ്ഡ് ആയിരിക്കും, ലീനിയർ ആയിരിക്കും. അപ്പൊ നമ്മൾ ലീനിയർ എന്താന്ന് പറഞ്ഞു? ഒന്നാമത്തെ ലീനിയർ എന്താന്ന് പറഞ്ഞു, രണ്ടാമത്തത് അൺബയസ്ഡ് എന്താന്ന് പറഞ്ഞു. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഇനി എന്താണ് ബെസ്റ്റ് എന്ന് പറയാം? ബെസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസിക്കൽ അസംഷൻസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓയിലസ് മെത്തേഡിലൂടെ ഫൈൻഡ് ചെയ്യുന്ന ബീറ്റ 1 ക്യാപ്പും ബീറ്റ 2 ക്യാപ്പും ബെസ്റ്റ് ആയിരിക്കും എന്നാണ് പറയാം. ബെസ്റ്റ്. ഇനി എന്താണ് ബെസ്റ്റ് എന്ന് കൂടി നമുക്ക്. ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഞാൻ രണ്ട് മെത്തേഡുകൾ ഉണ്ടെന്ന് വിചാരിക്കും. ഒന്ന് ഓയിലസ് മെത്തേഡ് ആണെന്ന് വിചാരിക്കും, മറ്റൊന്ന് വേറൊരു മെത്തേഡ്. ഓയിലസ് മെത്തേഡ് വിചാരിക്കും. ഒരു മെത്തേഡ് ഓയിലസ് മെത്തേഡാണ്, മറ്റേത് മെത്തേഡ് ഓഫ് മൂവ്മെന്റ് എന്നോ അല്ലെങ്കിൽ മാക്സിമം ലൈറ്റ് കൂട്ടുന്നോ എന്തെങ്കിലും ഒരു മെത്തേഡ് ആണെന്ന് വിചാരിച്ചു. ഇഷ്ടം വേറെ ഏതെങ്കിലും ഒരു മെത്തേഡ്, സപ്പോസ് വാട്ട് എവർ ബി ദ മെത്തേഡ്. ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്, നമ്മൾ സ്ലോപ്പ് കോഎഫിഷ്യന്റ് ആണ് ഫൈൻഡ് ചെയ്യുന്നത്. ആ സ്ലോപ്പ് കോഎഫിഷ്യന്റ് ഞാൻ ഇവിടെ ബീറ്റ 2 ക്യാപ്പ് എന്ന് ഇട്ടു. ഓയിലസ് മെത്തേഡിൽ ഒരു സാമ്പിൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന, ഞാൻ ഇത് മാത്രം എടുക്കുന്നത്, സ്ലോപ്പ് കോഎഫിഷ്യന്റ് മാത്രം എടുക്കുന്നത്. അതിന് ഞാൻ ബീറ്റ 2 ക്യാപ്പ് എന്നും, വേറൊരു മെത്തേഡിലൂടെ ഫൈൻഡ് ചെയ്യുന്ന ബീറ്റ 2 ഞാൻ ബീറ്റ 2 സ്റ്റാർ എന്ന് വിളിക്കുകയാണ്. പല മെത്തേഡുകളിലൂടെ നമുക്ക്, ഓയിലസ് മെത്തേഡ് തന്നെയല്ല, നമുക്ക് വേറെ പല മെത്തേഡ്സ് ഉണ്ട് ഈ ബീറ്റാസ് ഫൈൻഡ് ചെയ്യാനായിട്ട്, കോഎഫിഷ്യന്റ് ഫൈൻഡ് ചെയ്യാൻ. പക്ഷെ ഓയിലസ് മെത്തേഡിലൂടെ ഫൈൻഡ് ചെയ്യുന്ന ബീറ്റ 2 ക്യാപ്പാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോ ഇത് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ബീറ്റ സ്റ്റാർ ഉണ്ട്, ബീറ്റ 2 ക്യാപ്പ് ഉണ്ട്. ദിസ് ഈസ് ബീറ്റ 2 സ്റ്റാർ. വേറൊരു മെത്തേഡിൽ, ഓയിലസ് മെത്തേഡിലുള്ള വേറെ ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെ ഫൈൻഡ് ചെയ്യും. ഇനി ഇതും അൺബയസ്ഡ് ആണെന്ന് വിചാരിക്കുക. അതായത് ഇതിപ്പോ ഞാനിവിടെ ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുകയാണെങ്കിൽ, സപ്പോസ് ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുമ്പോൾ ബെൽ ഷേപ്ഡ് കർവായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കും. ബീറ്റ 2 ക്യാപ്പിനെ ഞാൻ ആദ്യം വരയ്ക്കും. ഇവിടെ നേരത്തെ വരച്ചിട്ടുണ്ടെങ്കിലും, സപ്പോസ് ദിസ് ഇസ് ബീറ്റ 2 ക്യാപ്പ്. ഇതിന്റെ ഒരു സെൻട്രൽ വാല്യൂ ഉണ്ട്, അത്
എക്സ്പെക്ടേഷൻ ആണ് അല്ലെ. ഇതെല്ലാം β2 ക്യാപ്സിന്റെ വാല്യൂസ് ആണ്. ഇതെല്ലാം ക്ലസ്റ്റർ ചെയ്യുന്ന ഒരു സെൻട്രൽ ഫിഗറിലേക്ക് ക്ലസ്റ്റർ ചെയ്യുന്നു. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് β2 cap is equal to true β2, population β2. ഇതിന്റെ എല്ലാം β2ന്റെ എല്ലാം മീൻ എടുത്ത് കഴിയുമ്പോൾ അത് എന്തിന് തുല്യമാണ്? ട്രൂ ആയിട്ടുള്ള β2ന് തുല്യമാണെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? അങ്ങനെയാണെങ്കിൽ എന്ത് വിളിക്കും നമ്മൾ അതിന്? അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ അൺബയസ്ഡ് എന്ന് വിളിക്കാം. അപ്പൊ ഇത് OLS ആണ്, ഇത് OLSന്റെ ആണ്. ഞാൻ ഇതൊന്ന് വരയ്ക്കുകയാണ്, ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കാം. ഞാൻ ഈ സെൻട്രൽ വാല്യൂ അതേപടി തന്നെ താഴ്ത്തിട്ട് കൊണ്ടുവരിക. അതായത് ഇതും അൺബയസ്ഡ് തന്നെയാണെന്ന് വിചാരിക്കാം. ഞാൻ ഇതാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിചാരിക്കാം. ബീറ്റ സ്റ്റാർ ആണ്, അതായത് OLS അല്ലാതെ വേറെ ഏതൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്തിരിക്കുന്ന സ്ലോപ്പ് കോഎഫിഷ്യന്റ് ആണിത്. ഇതും അൺബയസ്ഡ് ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്യണം. സപ്പോസ് ഇറ്റ് ഈസ് ഓൾസോ അൺബയസ്ഡ്. അൺബയസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം നമ്മൾ മീൻ എടുത്തു കഴിഞ്ഞാൽ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ഈ ബീറ്റ സ്റ്റാറിന്റെ എക്സ്പെക്ടഡ് വാല്യൂ എടുത്താൽ അത് എന്തിനു തുല്യമാണ്? That is also equal to true β2. അതും ട്രൂ ആയിട്ടുള്ള β2ന് ഈക്വൽ ആണെങ്കിൽ നോക്കാം, ഇവിടെയും ആ സെൻട്രൽ ഫിഗറിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ഞാൻ വരച്ചു മാത്രമേ ഉള്ളൂ. ഇവിടെയും എന്തുണ്ട്? β2 ഇതിന്റെ എല്ലാം ഞാൻ എടുത്ത് മീൻ എടുത്തപ്പോഴും എന്ത് എന്നെ കിട്ടി? എനിക്ക് ട്രൂ ആയിട്ടുള്ള. അപ്പൊ ഇത് രണ്ടും അൺബയസ്ഡ് ആണ്, രണ്ടും അൺബയസ്ഡ് ആണ്. ഇതും അൺബയസ്ഡ് ആണ്, അതായത് ഇതിന്റെയും മുഴുവൻ മീൻ എടുത്തപ്പോൾ അത് ട്രൂ ആയിട്ടുള്ള β2ന് ഈക്വൽ ആണ്. ഇതിന്റെയും മുഴുവൻ വേറൊരു മെത്തേഡിലൂടെ ഞാൻ കണ്ടെത്തിയ ബീറ്റ സ്റ്റാറിന്റെയും മീൻ വാല്യൂ എടുത്തപ്പോൾ അതും ട്രൂ ആയിട്ടുള്ള β2ന് ഈക്വൽ ആണ്. അതിന്റെ അർത്ഥം ഇത് രണ്ടും അൺബയസ്ഡ് ആണ്. അപ്പോൾ അതിൽ നിന്ന് രണ്ടും ലീനിയറും ആണ്, കാരണം റേസ് ടു ദ പവർ 1 ആണ് രണ്ടും. അപ്പൊ രണ്ടും അൺബയസ്ഡും ആണ്, ലീനിയറും ആണ്. സോ ബോത്ത് ആർ ലീനിയർ ആൻഡ് അൺബയസ്ഡ്. ഇതും ലീനിയർ ആണ്, അൺബയസ്ഡ് ആണ്. ഇതും ലീനിയർ ആണ്, അൺബയസ്ഡ് ആണ്. അൺബയസ്ഡ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? ഇതിന്റെ ഈ വാല്യൂസിന്റെ എല്ലാം മീൻ എന്ന് പറയുന്നത് ട്രൂ ആയിട്ടുള്ള β2ന് ഈക്വൽ ആണ്. ഇനി ഇതിലേതാണ് ബെസ്റ്റ്? ഇതിലേതാണ് ബെസ്റ്റ്? അതാണ് നമ്മുടെ ചോദ്യം. ഇതിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് β2 തന്നെയാണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുകൂടി വരാം. ഞാനിത് അൺബയസ്ഡ്നെസ് കാണിക്കാൻ വേണ്ടി ഞാൻ താഴത്തോട്ട് കൊണ്ടുവരികയാണ്. അൺബയസ്ഡ് ആണ്. ഞാൻ ആദ്യം ബീറ്റ സ്റ്റാർ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് നോക്കാം, ഇത് ബീറ്റ സ്റ്റാർ ആണ്. സ്ലോപ്പ് കോഎഫിഷ്യന്റ് തന്നെയാണ്, വേറെ ഏതൊരു മെത്തേഡിലൂടെ കണ്ടെത്തിയതാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ ഇതിന്റെ മുകളിലേക്ക് തന്നെ ഇതിനെയും കൂടി ഒന്ന് കാണിക്കുകയാണ്. ഇത് ഞാൻ ഡോട്ടഡ് ലൈനിൽ കാണിക്കാം. ഓക്കെ, അപ്പൊ ഈ ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? β2 ക്യാപ്പ് ആണ്, ഇത് β2 സ്റ്റാർ ആണ്. β2 സ്റ്റാർ. ഇതില് വേരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ, വേരിയൻസ്, ലുക്ക് അറ്റ് ദ വേരിയൻസ്. Look at the variance. Variance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
What is variance? Square root of standard deviation. Variance നമ്മൾ ഈ ബീറ്റ 2 ക്യാപ്പ് അതിന്റെ സിഗ്മ expected value of beta 2 cap minus beta 2 cap minus this is beta 2 cap I എന്ന് പറയുന്നത് ഒരു നമ്പർ ഓഫ് beta 2 caps ഉണ്ട്. And this is the expected value of beta 2 cap the whole square. ഇതാണ് ഇതിന്റെ വേരിയൻസ് എന്ന് പറയുന്നത്. വേരിയൻസ് അതായത് ഇതിന്റെ മീനിൽ നിന്ന് എത്രത്തോളം ഡിസ്പേർഷൻ ഉണ്ട്, അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസിനെ നമ്മൾ നള്ളിഫൈ ചെയ്ത് കളയാൻ വേണ്ടിയാണ് നമ്മൾ അതിനെ സ്ക്വയർ ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ മീനാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതാണ് വേരിയൻസ് എന്ന് പറയുന്നത്. ബീറ്റ 2 ക്യാപ്പിൽ നിന്ന് ബീറ്റ 2 ക്യാപ്പ് അതിന്റെ മീനിൽ നിന്ന്, ഇതാണ് മീൻ എന്ന് പറയുന്നത്. മീൻ എന്ന് പറയുന്നത് സെൻട്രൽ, ഇതാണ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ബീറ്റ 2 ക്യാപ്പ് ആൻഡ് ബീറ്റ 2 സ്റ്റാർ. രണ്ടും സെയിം തന്നെയാണ്. Expected value of beta 2 capital with the star. രണ്ടും സെയിം തന്നെയാണ്. ഇതും എന്തിന് ഈക്വൽ ആണ്? ബീറ്റ 2 ഈക്വൽ ആണ്. അതായത് രണ്ടും അൺബയസ്ഡ് ആണെന്നാണ് അതിന്റെ അർത്ഥം. ഇതിന്റെ മീനും ഈ പോയിന്റിൽ തന്നെയാണ്, ആ പോയിന്റിൽ തന്നെയാണ് എന്തുള്ളത്? ബീറ്റ 2 ഉള്ളത്. അതുകൊണ്ട് അൺബയസ്ഡ് ആണ്. ഇനി വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് അതിന്റെ മീനും തമ്മിലുള്ള ഡീവിയേഷൻസിന്റെ സ്ക്വയറിന്റെ സം ഡിവൈഡഡ് ബൈ n മൈനസ് 1. അത് അതിന്റെ വേരിയൻസ്, അതായത് വേരിയൻസ് ദ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ബീറ്റ 2 ക്യാപ് മൈനസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ബീറ്റ 2 ദ ഹോൾ സ്ക്വയർ, അതിന്റെ മീൻ എന്ന് പറയുന്നതാണ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മീനിൽ നിന്ന് അതിന്റെ സെൻസ്, അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ മീനിൽ നിന്ന് മറ്റു വാല്യൂസ് എത്രത്തോളം ഡിസ്പേഴ്സ്ഡ് ആണ്, എത്രത്തോളം സ്പ്രെഡ് ഉണ്ട്, ആ സ്പ്രെഡ് ഇവിടെ കുറവാണ്. ഇവിടെ നോക്കാം, ഇതാണ് എന്റെ മെയിൻ വാല്യൂ എന്ന് പറയുന്നത്. ആ മെയിൻ വാല്യൂ എന്നുള്ള ഇവിടുത്തെ സ്പ്രെഡ് കൂടുതലാണ്. സ്പ്രെഡ് കൂടുക എന്ന് പറയുന്നത് ഡിസ്പേർഷൻ കൂടുക, ഡിസ്പേർഷൻ കൂടുക എന്ന് പറയുന്നത് വേരിയൻസ് കൂടുക, സ്റ്റാൻഡേർഡ് എറർ കൂടുക. അപ്പൊ വേരിയൻസ്, ഇതിൽ ഏറ്റവും മിനിമം വേരിയൻസ് ഏതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ MVU മിനിമം വേരിയൻസ്, MV എന്നിടാം. MV മിനിമം വേരിയൻസ് ഏതിനാണ് ഇതിൽ ഏറ്റവും മിനിമം വേരിയൻസ് ഉള്ളത്? അതായത് മീൻ വാല്യൂവിനോട് ഏറ്റവും കൂടുതൽ ചേർന്ന് കിടക്കുന്ന, മറ്റു വാല്യൂസ് എല്ലാം ഏറ്റവും കൂടുതൽ ചേർന്ന് കിടക്കുന്ന ഏതിലാണ്? ബീറ്റ 2 ക്യാപ്പിലാണോ ബീറ്റ 2 സ്റ്റാറിലാണോ? ഈ സെൻട്രൽ കാണുന്നതാണ് മീൻ എന്ന് പറയുന്നത്. ഇതാണ് മീൻ. ഇതിനോട് ഏറ്റവും ചേർന്ന്, മറ്റു വാല്യൂസ് എല്ലാം ഏറ്റവും ചേർന്ന് കിടക്കുന്നത് ഡോട്ടഡ് ലൈനിലാണോ അതല്ലെങ്കിൽ ബീറ്റ 2 സ്റ്റാറിലാണോ ഏറ്റവും കൂടുതൽ മീനിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്നത് മറ്റു വാല്യൂസ്? മറ്റു ബീറ്റ 2 വാല്യൂസ് എവിടെ കിടക്കുന്നത്? ഇത് മീനാണെങ്കിൽ ഇവിടെ ഈ പോയിന്റുകളിലാണ് മറ്റു ബീറ്റ 2 സ്റ്റാറുകളെല്ലാം കിടക്കുന്നത്. നോക്ക്, ഇതെല്ലാം മറ്റു ബീറ്റ 2 സ്റ്റാറുകളാണ്, ബീറ്റ 2 സ്റ്റാർസ് ആണ്. ഇതിലാണെങ്കിൽ ഈ ലൈനിലാണ് ബീറ്റ 2 ക്യാപ്പുകളെല്ലാം കിടക്കുന്നത്, ഈ ലൈനിലാണ്. ഇത് സെൻട്രൽ ലൈനാണ്. ഇത് കാണിക്കുന്നത് അതിന്റെ അടുത്തോട്ടായിരിക്കും, ഇത് മറ്റൊന്ന്
ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് താഴെ നമുക്ക് β2 വാല്യൂസ് കിട്ടും. മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് ഏതാണ് അതിൽ ഏറ്റവും മിനിമം വേരിയൻസ് ഉള്ളത്? ഇതിനാണോ? β2 ക്യാപ്പിനാണ് വേരിയൻസ് കുറവ്. കാരണം എന്താണ്? ഇതിനോട് ഏറ്റവും അടുത്താണ് ഈ കിടക്കുന്നത്. മറ്റു വാല്യൂസ് എല്ലാം ഏറ്റവും അടുത്ത് കിടക്കുന്നത് β2 ക്യാപ്പ്. ഈ ഒരു ഡിസ്ട്രിബ്യൂഷനിലാണ് β2 ക്യാപ്പിന്റെ വേരിയബിൾസ് വാല്യൂസ് എല്ലാം അതിന്റെ മീനോട് ചേർന്ന് കിടക്കുന്നത്. അതായത് വേരിയൻസ് കുറവാണെന്നാണ് അതിന്റെ അർത്ഥം. ഇത് തമ്മിലുള്ള ഡിഫറൻസിന്റെ സ്ക്വയർ കുറവായിരിക്കും. കാരണം ഈ ഡിഫറൻസ് ഉണ്ടല്ലോ. എനിക്ക് ഡയഗ്രാം മനസ്സിലായില്ല. നമ്മൾ ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിൽ ഓരോ പോയിന്റ്സും എന്താണ്? ഈ ഓരോ പോയിന്റ്സും ഓരോ വാല്യൂസ് ആണ്. നമ്മൾ ഇത് β2 ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഇത് β2 ക്യാപ്പ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ഈ ഓരോ പോയിന്റുകളും എന്താണ്? β2 ക്യാപ്പുകളുടെ വാല്യൂസ് ആണ്. ഇവിടെ എല്ലാം നമുക്ക് β2s കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സാമ്പിളിൽ നിന്നാണ് മാത്രം. ഇതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് താഴെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇത് β2 ക്യാപ്പിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുഴുവൻ ഈ വാല്യൂസ് എല്ലാം β2 ക്യാപ്പുകളാണ്. ഓരോ സാമ്പിളിൽ നിന്നാണ് മാത്രം. ഓക്കെ, ഇനി ഇതില് ഇതെന്താണത് ഈ കാണിച്ചിരിക്കുന്നത്? ഈ വാല്യൂ എന്തായിരിക്കും? ഈ വാല്യൂ എന്തായിരിക്കും? ഈ വാല്യൂസുകളെല്ലാം കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ദ വാല്യൂ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് β2 ക്യാപ്പ് എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? മീൻ ഓഫ് β2 എന്ന് വിളിക്കും. എന്ത് ചെയ്തു നോക്കാം. ഇത് നമുക്കൊരു β2 കിട്ടി. ഇവിടെ പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇങ്ങനെ നമ്മളെല്ലാം പ്ലസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് β2 ക്യാപ്സ്. ദെൻ വി വിൽ ഗെറ്റ് ദ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് β2. ഇത് നോക്കുക, ഇത് വളരെ അടുത്താണ് കിടക്കുന്നത്. കാരണം ഇതിന്റെ പീക്ക് കൂടുതലാണ്. ഇതിന്റെ പീക്ക് കൂടുന്തോറും നമ്മൾ ഈ വാല്യൂസ് എല്ലാം മെയിൻ വാല്യൂവിനോട് ചേർന്നായിരിക്കും കിടക്കുക. ഈ പീക്ക്നെസ് കൂടുന്തോറും മറ്റു വാല്യൂസ് എല്ലാം എന്തിനോട് ചേർന്ന് കിടക്കും? മെയിൻ വാല്യൂവിനോട് ചേർന്ന് കിടക്കും. മെയിൻ എന്ന് പറയുന്നത് സെൻട്രൽ വാല്യൂ ആണ്. പീക്ക്നെസ് കുറയുന്നോറും പ്ലാറ്റി ആവുന്നോറും, അതായത് ഇതിനെ നമുക്ക് പ്ലാറ്റിക് കർട്ടിക്, ഇത് സ്പ്രെഡ് ഇവിടുത്തെ ഇത് കൂടുന്തോറും ഞാനത് തന്നെ വേറൊന്നും വരച്ചു കഴിഞ്ഞാൽ സപ്പോസ് നമ്മള് ഇതൊരു സെൻട്രൽ വാല്യൂ ആണ്. ഇത് β2 സ്റ്റാർ ആണെന്നായിരിക്കും. ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. ഇതിൽ ഓരോ പോയിന്റ്സുകളെല്ലാം കാണിക്കുന്നത് വാല്യൂസ് ആണ്. ഇത് β2 സ്റ്റാർ ആണ്. ഇതിന്റെ സെൻട്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ എങ്ങനെ കണ്ടെത്താനായിട്ട് പറ്റും? നമുക്ക് ഇത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം നമ്മൾ ടോട്ടൽ ചെയ്യാം, ഡിവൈഡഡ് ബൈ ദ നമ്പർ. നമുക്ക് ഒരു സെൻട്രൽ വാല്യൂ കിട്ടും. ഇതാണ് സെൻട്രൽ വാല്യൂ. പക്ഷെ ഇതെന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് വരച്ചത്. പ്ലാറ്റിക് കർട്ടിക് ആണ്. ഇത് ലെപ്റ്റോ കർട്ടിക് ആണ്. ഇവിടെ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് β2 സ്റ്റാർ എന്ന് പറയുന്നത് അതിന്റെ മീൻ ആണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ അസംഷൻ നടത്തിയതാണ് ഇത് രണ്ടും എന്തിനു തുല്യമാണെന്ന്? β2 തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ അൺബയസ്ഡ് എന്ന് വിളിക്കും.
ട്രൂ ആയിട്ടുള്ള പോപ്പുലേഷന്റെ ബീറ്റ2 തുല്യമാണെങ്കിൽ നമ്മൾ അതിനെ അൺബയസ്ഡ് എന്ന് പറയും. പക്ഷെ ഇതിന്റെ ഇടയിലുള്ള സ്പ്രെഡ് നോക്കാം. മറ്റു വാല്യൂസ് ഇതിൽ നിന്ന് വളരെ അകന്നകന്ന് കിടക്കുമ്പോൾ ഇവിടെ വാല്യൂസ് എല്ലാം ഈ മീൻ വാല്യൂവിനോട് അടുത്താണ് കിടക്കുന്നത്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ വേരിയൻസ് കുറവാണ്, ഇവിടെ വേരിയൻസ് കൂടുതൽ. അപ്പൊ ബെസ്റ്റ് എന്ന് പറയുന്നത് β2 cap has the minimum variance. If it has minimum variance, then we call that best. നമ്മള് ബ്ലൂവിന്റെ ബെസ്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, മിനിമം വേരിയൻസ് ആണ് ഇത് കാണിക്കുന്നത്. ദിസ് ഈസ് ഷോസ് MV, മിനിമം വേരിയൻസ്. അൺബയസ്നെസ് കാണിക്കുന്നത് എന്താണ്? Expected value of β2 cap is equal to true β2. If this is the condition, then we call it unbiased. And if the variance is minimum, അതായത് പീക്ക്നെസ് കൂടുന്തോറും നമുക്കത് മിനിമം വേരിയൻസ് ആയിരിക്കും തരിക. If the variance is minimum, അതായത് ഇത് അതിന്റെ മീനിൽ നിന്നുള്ള ഡിസ്പേർഷൻ അല്ലെങ്കിൽ സ്പ്രെഡ് കുറവാണെങ്കിൽ അതിന്റെ വേരിയൻസ് കുറവാണെന്നത്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ β2 ക്യാപ്പിന്റെ വേരിയൻസ് ആണ് കുറവ്. അപ്പൊ നമ്മൾ അതിന്റെ സ്റ്റാൻഡേർഡ് എററും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ബെറ്റർ സ്റ്റാൻഡേർഡ് എറർ, ഏറ്റവും കുറഞ്ഞ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് എസ്റ്റിമേറ്റർ. ഒരു കാര്യം നിങ്ങൾ നോക്കുക, ക്ലാസിക്കൽ അസംഷൻസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പഠിച്ച 10 അസംഷൻസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഓയിലസ് മെത്തേഡിനെക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇല്ല എസ്റ്റിമേറ്റേഴ്സിന് ഫൈൻഡ് ചെയ്യാനായിട്ട്. β1 ക്യാപ്പും β2 ക്യാപ്പും ഫൈൻഡ് ചെയ്യാനായിട്ട് വേറൊരു ബെസ്റ്റ് മെത്തേഡ് ഇല്ല. എല്ലാ ക്ലാസിക്കൽ അസംഷൻസും ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഓയിലസ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള β2 ക്യാപ്പും β1 ക്യാപ്പും ഫൈൻഡ് ചെയ്യുന്നത്. അതിൽ നിന്നുള്ള അതായിരിക്കും നമുക്ക് ട്രൂ ആയിട്ടുള്ള പോപ്പുലേഷനെ കണ്ടെത്താനായിട്ട് ഏറ്റവും സഹായിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സാധ്യത ഇതിനോട് ഏറ്റവും അടുത്തിട്ടുള്ള ഒരു β2 ഫൈൻഡ് ചെയ്യാനായിട്ടായിരിക്കും സാധ്യത. ഇതെല്ലാം ക്ലസ്റ്റർ ചെയ്യുന്നത് ഇതിനടുത്തായതുകൊണ്ട്, ഈ മീനിന് അടുത്താണ് എല്ലാം കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സാധ്യത ഇതിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരെണ്ണം അടുത്തുള്ള ഏതെങ്കിലും ഒരു β2 ഫൈൻഡ് ചെയ്യാനായിട്ടായിരിക്കും. ശരിക്കും β2 ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഇതിനോട് അടുത്തുള്ള ഏതെങ്കിലും ഒരു β2 ക്യാപ്പ് ഫൈൻഡ് ചെയ്യാനാണ് സാധ്യത. 68% ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസിൽ നമുക്ക് കാണാനായിട്ട് വരും. 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസിൽ നമുക്ക് 95% അടുത്ത് നമുക്ക് ക്ലസ്റ്റർ ചെയ്ത് ഡിസ്പെർഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ. ഇവിടെയാണെങ്കിൽ നമുക്ക് ഈ ഏതെങ്കിലും ഒരു പോയിന്റ് നിന്നാണ് കിട്ടുന്നതെങ്കിൽ, സപ്പോസ് നമുക്ക് ഇവിടുന്ന് ആണ് കിട്ടുന്നതെന്ന് വിചാരിച്ചു, ഇതാണ് നമ്മൾ ഫൈൻഡ് ചെയ്തിരിക്കുന്ന ഇവിടെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചു. ഇതിൽ നിന്ന് ഇത്രയും അകലെയാണ് എടുക്കുന്നത്. നമ്മൾ ഫൈൻഡ് ചെയ്തിരിക്കുന്ന β2 സ്റ്റാർ ഇവിടെയാണ് ഫൈൻഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. നമ്മൾ എടുത്ത സാമ്പിളിൽ നമുക്ക് ഇട്ടിരിക്കുന്ന β2 ക്യാപ്പ് ഇതാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അത് ഇതിനോട് തൊട്ടടുത്താണ്, എക്സാക്ട്ലി അല്ല, എന്നാലും വളരെ അടുത്താണ്. ഈ ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിൽ നമ്മൾ ഇവിടെയാണ് ഫൈൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത് അതിന്റെ ട്രൂ പോയിന്റിനോട് ഇത്രയും ദൂരെയാണ്. അപ്പൊ വേരിയൻസ് കുറയും തോറും നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന β2 ക്യാപ്പ് ട്രൂ ആയിട്ടുള്ള β2 ക്യാപ്പ്, കാരണം അത് രണ്ടൊന്നു തന്നെയാണല്ലോ അതിന്റെ മീൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മീൻ വാല്യൂവിനോട് ഏറ്റവും അടുത്തിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ വേറെ ഒന്നും കൂടി വരച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ഇങ്ങനെ ഒന്ന് വരച്ചാലോ? ഇങ്ങനെ ഒന്ന് വരച്ചു കഴിഞ്ഞാല് ഇതാണ് നമ്മുടെ നടുക്കുള്ള, ഇതാണ് നമ്മുടെ മീൻ എന്ന് പറയുന്നത്. നോക്കാം, എല്ലാം വളരെ അടുത്താണ്. എല്ലാം നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന മറ്റു β2s എല്ലാം ഭൂരിഭാഗം β2s വരുന്നത് ഇതിനോട് അടുത്താണ്. അപ്പൊ ഇവിടെ വരുന്ന ഏത് വാല്യൂസും, ഏത് β2 ക്യാപ്പ് നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാലും അത് മീനിനോട് തുല്യമായിട്ട് അടുത്തടുത്തോട്ട് വരും. അപ്പൊ കൂടുതൽ ഇതിന്റെ വീക്ക്നെസ് കൂടുന്നതനുസരിച്ച് അതിന്റെ പ്രെസിഷൻ, ആക്യുറസി
വേരിയൻസ് കുറയുന്നതനുസരിച്ച് ഇതിന്റെ പീക്നെസ് കൂടുക എന്ന് പറയുന്നത് വേരിയൻസ് കുറയാന്നാണ് അർത്ഥം. വേരിയൻസ് കുറയുന്നതനുസരിച്ച് സ്റ്റാൻഡേർഡ് എറർ കുറയുന്നതനുസരിച്ച് ആ എസ്റ്റിമേറ്ററിന്റെ ആക്യുറസി പ്രിസിഷൻ കൂടി 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 വരും. ഇതാണ് 3 പ്രോപ്പർട്ടീസ്. അപ്പൊ ഈ പ്രോപ്പർട്ടീസിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എന്ന പേര് വിളിക്കും. പിന്നെ വേറെന്ത് പേര് വിളിക്കാം? ഗോസ് മാർക്കോവ് തിയറം എന്നുള്ള പേരുണ്ട്. അത് മറക്കരുത്. മിക്ക സമയത്തും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ആ ഒരു പേരായിരിക്കും ചോദിക്കുന്നത്. എന്താണ്? ഗോസ് മാർക്കോവ് തിയറം. ഗോസ് മാർക്കോവ് തിയറം ആണ് നമ്മളിപ്പോ പഠിച്ചത്. ഇത് വളരെ പ്രധാനപ്പെട്ട, പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. ക്ലാസിക്കൽ അസംഷൻസ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. എക്കണോമെട്രിക്സിന്റെ വളരെ ഫണ്ടമെന്റൽസ് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് വായിച്ച് പ്രശസ്തമാക്കുക. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇതോടെ സ്റ്റോപ്പ് ചെയ്യാം. അതിൽ തന്നെ ഒന്ന് റെക്കോർഡിംഗ് സ്റ്റോപ്പ്.